ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തുന്ന L2 എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി 18-ൽ പരം ദിവസങ്ങൾ മാത്രം ബാക്കി. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കാര്യമായി L2 എമ്പുരാൻ അപ്ഡേറ്റ് വരാത്ത ദിവസമാണ്. അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരാത്ത ഏകദേശം ഒരാഴ്ച പിന്നിടുന്ന ദിവസം കൂടിയായിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ നല്ലൊരു കാസ്റ്റ് റിവീൽ ക്യാമ്പയിന് ശേഷം ഈ മാർച്ച് മാസം തുടങ്ങി ഇതുവരെ സിനിമയുടെ ഒരു അപ്ഡേറ്റും വരാത്തതിൽ വലിയ നിരാശയിലാണ് ആരാധകർ. അതോടൊപ്പം തന്നെ സിനിമയെക്കുറിച്ചുള്ള പല റൂമേഴ്സ് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിന് കാരണമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. എമ്പുരാന്റെ ഓഫ്ലൈൻ പ്രൊമോഷൻസ് വൈകുന്നതിന്റെ കാരണമായിട്ട് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില റൂമേഴ്സ് തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇത് 100% ശരിയാകണമില്ല എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ആശീർവാദ് സിനിമാസിനോടൊപ്പം ലൈക്ക പ്രൊഡക്ഷൻസ് കൂടി എമ്പുരാൻ നിർമ്മിക്കുന്നുണ്ടല്ലോ. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഏറ്റവും അവസാന സിനിമ വിടാമുയർച്ച കൂടി തിയേറ്ററുകളിൽ പരാജയപ്പെട്ടതോടെ പുതുതായി തിയേറ്ററുകളിലേക്ക് എത്തുന്ന മോളിവുഡിലെ വലിയ സിനിമയ്ക്കായിട്ട് ഇനി പ്രൊമോഷൻസിന് വേണ്ടി കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല എന്നൊരു റൂമറാണ് ഒരു സൈഡിൽ പ്രചരിക്കുന്നത്. മറ്റൊരു സൈഡിലാണെങ്കിൽ ലൈക്ക പ്രൊഡക്ഷൻസ് കൂടി ഭാഗമായതുകൊണ്ട് തന്നെ തമിഴ് സിനിമകൾക്ക് എല്ലാം തന്നെ വൻതുകയ്ക്ക് വിറ്റഴിക്കപ്പെടുന്ന OTT സാറ്റലൈറ്റ് ഓവർസീസ് റൈറ്റ്സ്, അന്യഭാഷ തിയേറ്റർ റൈറ്റ്സ് ഡീൽ പോലെ ഒരു വൻ തുക, ഭീമമായ തുക ഇതിനോടകം തന്നെ റൈറ്റ്സിനായിട്ട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സിനിമയുടെ OTT സാറ്റലൈറ്റ് ഡീലെല്ലാം തന്നെ ക്ലോസ് ആകാനായിട്ട് വൈകുന്നു തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വരുന്നത്. തുടരുമെന്ന സിനിമയുടെ OTT സാറ്റലൈറ്റ് ഡീൽ പോലും കംപ്ലീറ്റ് ആയിട്ട് പോലും എന്തുകൊണ്ട് എമ്പുരാന്റെ ഡീൽ കംപ്ലീറ്റ് ആകുന്നില്ല എന്നതിന്റെ ഒരു ഉത്തരമായിരിക്കും ഇത് എന്ന് കരുതുന്നു. എന്തായാലും ഇതെല്ലാം തന്നെ നിലവിൽ റൂമേഴ്സ് മാത്രമാണ്. വേറൊരു സ്ഥലത്തുള്ള റൂമർ അന്യഭാഷ തിയേറ്റർ റൈറ്റ്സ് എല്ലാം തന്നെ ഈ ആശീർവാദ് സിനിമാസിന് ഫേവർ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കണം, മറ്റൊരു സൈഡിലാണെങ്കിൽ ലൈക്കയ്ക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കണം എന്ന രീതിയിലുള്ള തർക്കങ്ങളെല്ലാം തന്നെയാണ്. എന്തായാലും നിലവിൽ ഇതെല്ലാം തന്നെ റൂമേഴ്സ് മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. എന്തായാലും സിനിമയുടെ റിലീസ് മാറ്റുമോ എന്നൊരു ചോദ്യത്തിനുള്ള നിലവിലെ ഉത്തരം മാറ്റില്ല എന്ന് തന്നെയാണ്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ ഷോയുടെ സമയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രത്തിന്റെ റെഗുലർ ഷോ 9 മണിക്ക് ആരംഭിക്കും. ആ റെഗുലർ ഷോയ്ക്ക് മുന്നേ ഒരു ഫാൻ ഷോ നടത്താനുള്ള എല്ലാവിധ കൂടിയാലോചനകളും നടന്നു വരികയാണ്. ഇനിയും ആദ്യ ഷോയുടെ സമയ റിപ്പോർട്ട് കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നാളെയെങ്കിലും സിനിമയുടെ അടുത്തൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഇതിനിടയിൽ ലാലേട്ടനും പൃഥ്വിരാജും ഹൃദയപൂർവ്വം അതോടൊപ്പം തന്നെ രാജമൗലി സിനിമകളുടെ ഷൂട്ടിംഗ് തിരക്കുകളിലാണല്ലോ. ആ തിരക്ക് കാരണമാണ് സിനിമയുടെ ഓഫ്ലൈൻ പ്രൊമോഷൻസ് വൈകാൻ കാരണമെന്ന് മറ്റൊരു റൂമർ കൂടി ഉണ്ട്. എന്തായാലും കാത്തിരിക്കാം എമ്പുരാന്റെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്.